ഉത്തരാഖണ്ഡിലെ ദരൗലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, ഒപ്പം തന്നെ സംസ്ഥാന പോലീസും അഗ്നിശമന വിഭാഗം അടക്കമുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ പ്രത്യേക ദുരന്ത നിവാരണ വിഭാഗത്തിലെ 300 പേരെയും ഇവിടെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതീവ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എങ്കിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന ആളുകൾ പോലും വഴിയിൽ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ദേശീയപാത 34 പലയിടങ്ങളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് ദേശീയപാത തടസ്സപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് നരേന്ദ്ര നഗറിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ ദേശീയപാതയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. JCB ഉൾപ്പെടെ എത്തി ഈ മണ്ണ് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും തൊട്ടു പിന്നാലെ വീണ്ടും മണ്ണ് വീഴുന്ന ഒരു സാഹചര്യമാണ്. അതീവ അപകടം നിറഞ്ഞ ഒരു സാഹചര്യം ഈ അപകടം നടന്ന മേഖലയിലേക്കുള്ള റോഡുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മഴ അതിശക്തമായി തന്നെ തുടരുന്നു. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് പോലും ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡൽഹിയിൽ നിന്നുള്ള സംഘം ഉൾപ്പെടെ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പലയിടങ്ങളിലായി ഇത്തരത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളും മറ്റ് സൈനികരും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ നിലവിൽ ഇപ്പോൾ ദരൗലിയിൽ ഈ അപകടത്തെ തുടർന്ന് 4 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 50ഓളം കെട്ടിടങ്ങൾ ഈ ദരൗലി ഗ്രാമത്തിൽ മാത്രം ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഹോട്ടലുകളും വീടുകളും ഉൾപ്പെടുന്നുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 200ഓളം പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 90-ലധികം പേരെ കാണാതായതായി റിപ്പോർട്ടുകളുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മരണം 4 പേരെ സ്ഥിരീകരിക്കുമ്പോൾ മരണസംഖ്യയും ഒട്ടേറെ ഉയർന്നേക്കും എന്ന് തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാണാതായവരുടെ കൂട്ടത്തിൽ 12ഓളം സൈനികരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത്. എല്ലാം തന്നെ പൊതിഞ്ഞു പോകുന്ന മണ്ണാണ്. ഏതാണ്ട് 1 മീറ്ററോളം ആഴത്തിൽ ഈ റോഡിലെ ടാറിന് മുകളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്.